السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അൽ-ഇമാം അൽ-ബുഖാരി റഹിമഹുള്ളയുടെ അൽ-അദബുൽ മുഫ്രദ് എന്ന കിതാബിൻ്റെ വിശദീകരണത്തിൽ കഴിഞ്ഞ ദിവസം അവസാനം കഴിഞ്ഞ ദർസിൽ നമ്മൾ വായിച്ചിരുന്ന ബാബ് ഒരാൾക്ക് നല്ലൊരു കാര്യത്തിന് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരാൾ നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും അയാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ നല്ലൊരു മാർഗം അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അടുത്ത ബാബു മൻ കരിഹ അംസാൽ അസ്സൗ, മോശപ്പെട്ട ഉപമകൾ ആളുകൾ വെറുക്കുന്നു, ആളുകൾക്ക് ഇഷ്ടമില്ല എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. عن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ലൈസ ലനാ മസലു സൗ, നമുക്ക് പാടില്ലാത്തതാണ് മോശപ്പെട്ട ഉപമകൾ എന്നുള്ളത്. അതായത് ഒരു സത്യവിശ്വാസിയും അല്ലെങ്കിൽ ഒരു മുസ്ലിമും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നമ്മെ തന്നെ ഒരു മോശപ്പെട്ട ഉപമ പറയുക എന്നുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോശപ്പെട്ട ജീവിയോടോ അല്ലെങ്കിൽ മോശപ്പെട്ട ഏതെങ്കിലും കാര്യത്തിനോടോ ഉപമ പറയുക. അവൻ അതുപോലെയാണ്, അവൻ ഇന്ന ജന്തുവിനെ പോലെയാണ്, ഇന്ന മൃഗത്തെ പോലെയാണ്, അങ്ങനെയൊക്കെ ഉപമ പറയുക എന്നുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഒരാളും ഇഷ്ടപ്പെടുന്നില്ല, ഒരാൾക്കും അങ്ങനെ സ്വന്തത്തിൽ ഉപമ പറയുന്നത് ഒരാളും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ഉപമ അതുപോലെ പറയുകയാണ്, ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തനം ഒഴിവാക്കണം എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ഉപമ പറയുകയാണ്. അൽ ആഇദു ഫീ ഹിബതിഹി, ഒരാൾ നൽകിയ ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ഒരാൾ മറ്റൊരാൾക്ക് നൽകിയ എന്തെങ്കിലും ഒരു കാര്യം, അത് മടക്കി വാങ്ങുക, മടക്കി ചോദിക്കുക എന്നുള്ളത്, മടക്കി വാങ്ങുക എന്നുള്ളത് കൽ കൽബി യർജിഉ ഫീ ഖൈഇഹി, ഒരു നായയെ പോലെയാണ്. അവൻ ഒരു നായ ഛർദിച്ചത് തിരിച്ച് ആ നായ തിന്നാന്ന് വിചാരിക്കുക. അതുപോലെയാണ് കൊടുത്തൊരു സാധനം മടക്കി വാങ്ങുന്നവന്റെ ഉപമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതായത് ഒരു കാര്യം മറ്റൊരാൾക്ക് ഒരു ഹിബയായി നൽകുക, ഒരു സമ്മാനമായി നൽകുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടത്തോടു കൂടി നൽകുക, അത് സ്വതക്കയായി നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടും ഇതേ ഹദീസ് വന്നിട്ടുണ്ട്. ഇപ്പൊ സഹീഹ് മുസ്ലിമിലെ ഒരു റിവായത്തിൽ കാണാം, ഇന്നമാ മസലുൽ ലദീ യതസദ്ദഖ ബിസദഖത്തിൻ ثم يعود في صدقته كمثل الكلب يقيء ثم يأكل قيئه, ഒരാൾ സദഖ കൊടുക്കുകയും ആ സദഖ ആ നൽകപ്പെട്ടവനിൽ നിന്ന് മടങ്ങി വാങ്ങുകയും ചെയ്യുക എന്നുള്ളത്, ആ ചെയ്യുന്നവൻ ഏതുപോലെയാണ്, ഛർദിച്ചത് വീണ്ടും തിന്നുന്ന ഒരു നായയെ പോലെയാണ് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട് വേറെ റിവായത്തിൽ. അപ്പോ സമ്മാനമാവട്ടെ, സദഖയാവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നൽകിയതാവട്ടെ, അത് തിരിച്ചു വാങ്ങുക എന്നുള്ളത് ഈ തരത്തിൽ അത്രയും മ്ലേച്ഛമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു നായ ഛർദിച്ച് തിരിച്ചു നക്കി തിന്നാൻ എത്ര മോശപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ വിഷയത്തിൽ ചില ആളുകളെ നമുക്ക് കാണാം, അവരൊരു ശ്രദ്ധയുണ്ടാവില്ല, അവർ തീരെ ഈ ഒരു കാര്യം ഗൗനിക്കാതെ ചില ആളുകളെ കാണാം, അവരെന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർക്ക് നൽകി കഴിഞ്ഞാൽ അത് ഒരു ലജ്ജയുമില്ലാതെ തിരിച്ചു ചോദിച്ചു വാങ്ങുന്ന അല്ലെങ്കിൽ മടക്കി വാങ്ങുന്ന അവസ്ഥ കാണാം. പക്ഷെ അത് പാടില്ലാത്ത മോശപ്പെട്ട ഒരു ഉപമയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വതക്ക കൊടുത്തൊരു കാര്യം പണം കൊടുത്ത് തിരിച്ചിട്ട് വാങ്ങാൻ കൂടി പറ്റൂല. സ്വതക്ക കൊടുത്തൊരു കാര്യം പിന്നെ നമുക്ക് ഇങ്ങനെ തോന്നാണ് അത് നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, അതുകൊണ്ട് അത് പണം കൊടുത്ത് തിരിച്ചു വാങ്ങാൻ അതും പാടില്ല. ഈ ഹദീസ് എന്ന് ഉദ്ധരിച്ച വേറൊരു റിവായത്തിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹമൽതു അലാ ഫർസിൻ ഫീ സബീലില്ലാഹ്
ഞാൻ ഒരിക്കൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വേണ്ടി ഒരു യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരു കുതിരയെ ഞാൻ മാറ്റിവെച്ചു, അത് നൽകി. അപ്പോ അത് ലഭിച്ച ഒരാള് അതിനങ്ങനെ ഒന്നും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയപ്പോ ഞാനത് മടക്കി വാങ്ങാൻ തീരുമാനിച്ചു. പണം കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് കാലത്ത് ഏത് രീതിയുണ്ട്, ജിഹാദിന് ആളുകൾ പോകുന്നത് കൊണ്ട് പണവും സമ്പത്തും മൃഗങ്ങളൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യും, വാഹന മൃഗങ്ങളെയൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മാറ്റിവെക്കും, അത് യുദ്ധത്തിന് പോകുന്ന ആളുകൾക്ക് നൽകാൻ വേണ്ടി. അപ്പൊ അങ്ങനെ നൽകിയ ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ ഒരു കുതിര, അതിന്റെ ലഭിക്കപ്പെട്ട ആള് അത് ശരിക്കും അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ തോന്നിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തോന്നി അതിനെന്ത് ചെയ്യാം, മടക്കി വാങ്ങാം, തിരിച്ചു ചോദിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ, അപ്പൊ മടക്കി പണം കൊടുത്ത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വിചാരിച്ചു അത് കുറച്ചുകൂടി വില കുറഞ്ഞിട്ട് വാങ്ങാന്നുള്ളത്, അതായത് അതിനൊരു മതിപ്പ് വില ഉണ്ടാവും, പക്ഷേ നമ്മൾ കൊടുത്തൊരു സാധനം നമ്മൾ തിരിച്ചു വാങ്ങുമ്പോൾ കുറച്ച് വില കുറവിൽ വാങ്ങാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളിൽ വിചാരിച്ചു. ഫസഅൽതു അൻ ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അതിനെപ്പറ്റി ഞാൻ നൽകിയ ഒരു സാധനം കുറച്ച് വില കുറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയി ചോദിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തശ്തരി, നീ അത് വാങ്ങാൻ പാടില്ല. വഇൻ അതാകഹു ബിദിർഹമിൻ വാഹിദിൻ, അത് വില കുറഞ്ഞ് ഒരു ദിർഹമിന് നിനക്ക് തരാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യരുത്, അത് വാങ്ങരുത്. ഫൈനൽ ആഇദ ഫീ സദഖതിഹി കൽകൽബി യഊദു ഫീ ഖൈഇഹി, കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുക എന്നുള്ളത് ഇതുപോലെ ഒരു നായ ഛർദ്ദിച്ച് തിരിച്ചു തിന്നതിന് പോലെയാണ് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ഗൗരവമുള്ള ഒരു കാര്യമാണ് കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുക എന്നുള്ളത്. പണം കൊടുത്ത് തന്നെ വാങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നെങ്കിൽ അല്ലാതെ ചോദിച്ചു വാങ്ങുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. അത്രയും മോശപ്പെട്ട ഒരു ഉപമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രവൃത്തിക്ക് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരാൾക്ക് മാത്രം തിരിച്ചു വാങ്ങാം, ഒരാൾ ഇന്ന ആൾക്ക് നൽകിയത് അയാൾക്ക് തിരിച്ചു വാങ്ങാം. അതാർക്കാണ്? ഒരു പിതാവ് അവരുടെ മക്കൾക്ക് നൽകിയത്, മകന് നൽകിയത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് നൽകിയത് എന്ത് ചെയ്യാം, അവർക്ക് തിരിച്ചു വാങ്ങാം. അത് അവർക്ക് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാന്റെയാണ് എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഉപ്പാക്ക് എന്ത് ചെയ്യാം, ഉപ്പ ഒരു മകന് ഒരു സമയത്ത് എന്ത് കൊടുത്തു, ഒരു സമ്മാനമായിട്ട് എന്തൊരു സാധനം കൊടുത്തു, പോർച്ചായിട്ട് പറയണം അതിന് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഉപ്പാക്ക് എന്ത് ചെയ്യാം, അത് ചോദിക്കാം, മകനത് നൽകണം. ആ ഉപ്പാക്ക് അതിന്റെ മേലിൽ എന്തില്ല, ഈ ഒരു ഉപമ ബാധകമല്ല. ഉപ്പാക്ക് കൊടുത്തത് തിരിച്ച് ചോദിക്കാം, വാങ്ങാവുന്നതാണ്. എന്നാൽ മറ്റൊരാൾക്കും അത് പാടില്ലാത്തതാണ്. കാരണം വേറൊരു റിവായത്തിൽ തന്നെ അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യഹില്ലു ലിറജുലിൻ അയ്യുഅതിയ അതിയതൻ ഔ യഹബ ഹിബതൻ ഫയർജിഉ ഫീഹാ ഇല്ലൽ വാലിദ് ഫീമാ യുഅതി വലദഹു. ഒരാൾക്കും കൊടുത്തത് തിരിച്ചു വാങ്ങൽ അനുവദനീയമല്ല, സമ്മാനമായിട്ടാവട്ടെ അല്ലാതെയാവട്ടെ. എന്നാൽ ഒരു ഉപ്പാക്ക് മകൻ കൊടുത്തത് തിരിച്ചു വാങ്ങാവുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബാബു മാ ദുകിറ ഫിൽ മക്രി വൽ ഖദീഅതി, തന്ത്രം ഉപയോഗിക്കുക അതുപോലെ ചതിക്കുക എന്നുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഹദീസുകളാണ്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم المؤمن غر كريم والفاجر خب لئيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. അൽ മുഅ്മിൻ, സത്യവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിർറുൻ, വഞ്ചിക്കപ്പെടുന്നവനാണ്, കരീമുൻ, മാന്യനുമാണ്, വൽ ഫാജിറു, തെമ്മാടിയായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഖബ്ബുൻ, അവൻ ചതിയനും വഞ്ചകനുമായിരിക്കും, ലഈമുൻ, അതുപോലെ തന്നെ പിശുക്കനുമായിരിക്കും. എന്താണ് ഇവിടെ ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഗിർറുൻ എന്ന് പറയാനുള്ള കാരണം? ഗിർ എന്ന് പറഞ്ഞാൽ വഞ്ചനയിൽ അകപ്പെടുന്നവൻ, വഞ്ചിക്കപ്പെടുന്നവൻ, പറ്റിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥമാണ് ഗിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരു മുഅ്മിൻ ഗിറായിരിക്കും എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതായത് ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ എപ്പോഴും സംശയത്തോടുകൂടി കണ്ണുകളോടുകൂടി നോക്കാത്ത, ആർക്കും എളുപ്പത്തിൽ പറ്റിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അത്രയും ശുദ്ധമായ ഹൃദയമുള്ള, ഒരാളെയും തെറ്റായ വന്യ വെച്ച് മാത്രം ചിന്തിക്കുന്ന ചില ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അയാൾ ആരുമായിട്ട് ഇടപഴകുകയാണെങ്കിലും അവനെ കുറിച്ച് മോശപ്പെട്ടൊരു ചിന്ത വെച്ചിട്ട് ഇടപഴകുള്ളൂ, അങ്ങനെ ഒരു തരത്തിലുണ്ടാവും. എന്നാൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല?
ഒരു തന്ത്രമോ വേറൊരാളെ പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ അവനെ പറ്റിക്കപ്പെടുകയാണ് എന്ന് പോലും എല്ലാ വിഷയങ്ങളിലും ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും. പക്ഷെ എല്ലാ വിഷയത്തിലും എല്ലാവരെയും സംശയത്തിന്റെ കണ്ണുകളോടുകൂടി നോക്കി എല്ലാവരെയും ആ രീതിയിൽ കണ്ട് മറ്റുള്ളവരെ പറ്റിക്കണം അല്ലെങ്കിൽ ആ നിലക്ക് മാത്രം ചിന്തിച്ച് അങ്ങനെ ഒരാളാകില്ല. അതുകൊണ്ട് തന്നെ അവന് ഷർറ് ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പറ്റിക്കപ്പെടാവുന്ന അല്ലെങ്കിൽ ആളുകളെ കുറിച്ച് നല്ല ചിന്ത വെച്ചതുകൊണ്ട് പറ്റിക്കപ്പെടാവുന്ന ഒരാളായിരിക്കും ആര്? സത്യവിശ്വാസി എന്നുള്ളത്. അതായത് മറ്റുള്ളവരെ കുറിച്ച് നല്ല ചിന്ത ഉണ്ടാവുകയുള്ളൂ, അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് നല്ല ഒരു ബോധമേ ഉണ്ടാവുകയുള്ളൂ, എപ്പോഴും ഒരാളെ കുറിച്ച് തെറ്റായ ചിന്ത ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരാളാണ് മുഅ്മിൻ, സത്യവിശ്വാസി ആവുക എന്നുള്ളത്. കാരണം തന്ത്രമോ അല്ലെങ്കിൽ വക്രതയോ അല്ലെങ്കിൽ ഇതുപോലെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഗാഢമായ അറിവോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കും മുഅ്മിൻ. അതുകൊണ്ടാണ് ഇവിടെ ഗിർറുൻ എന്നുള്ള പദം ഉപയോഗിക്കാനുള്ള കാരണം. അടുത്ത സത്യവിശ്വാസിയുടെ ഉപമ പറഞ്ഞത് അല്ലെങ്കിൽ സ്വഭാവ ഗുണമായി പറഞ്ഞത് കരീമുൻ, മാന്യനായിരിക്കും, മാന്യതയുള്ള ശ്രേഷ്ഠതയുള്ള സ്വഭാവത്തിന് ഉടമയായിരിക്കും ഒരു മുഅ്മിൻ എന്നുള്ളത്. കാരണം നമുക്കറിയാം ഒരു മുഅ്മിനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളുടെ ഈമാനിനെ ഉപമിച്ചിട്ടുള്ളത് അയാളുടെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഒരാളുടെ സ്വഭാവം എത്ര നന്നാകുന്നുവോ അത്രയും അവന്റെ ഈമാൻ ശക്തമാണ്, ദൃഢമാണ് അല്ലെങ്കിൽ സുരക്ഷിതമാണ് എന്നറിയിക്കുന്ന കാര്യമാണ് അവന്റെ സ്വഭാവം നന്നാവുക എന്നുള്ളത്. അപ്പൊ ഒരു മുഅ്മിൻ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയായിട്ടുള്ള ആളായിരിക്കും എന്ന് പറയാം. അടുത്തത് ഫാജിർ. ഫാജിർ എന്ന് പറഞ്ഞാൽ തെമ്മാടി, അള്ളാഹുവിനെ അനുസരിക്കാതെ പാപങ്ങൾ ചെയ്ത് നടക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കാതെ ജീവിക്കുന്ന ആൾ. അയാളുടെ സ്വഭാവം ഗുണമായിട്ട് രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്ന് ഖബ്ബുൻ. ഖബ്ബുൻ എന്ന് പറഞ്ഞാൽ ഹുവൽ ഖദ്ദാ, അവൻ ചതിയനും വഞ്ചകനുമായിട്ടുള്ളവനായിരിക്കും. ചതിയനും വഞ്ചകനുമായിട്ടുള്ളവനായിരിക്കും. അതായത് ഒരാളെ ചതിക്കാൻ നോക്കുന്ന, ഒരാളെ വഞ്ചിക്കാൻ നോക്കുന്ന, ഒരാളെ പറ്റിക്കാൻ നോക്കുന്ന, ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, ഷർറ് ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അയാളുമായിട്ട് കച്ചവടം ചെയ്താൽ അയാൾ നമ്മളെ വഞ്ചിക്കും, വിശ്വസിച്ചാൽ അയാൾ നമ്മളെ ചതിക്കും, കടം വാങ്ങിയാൽ അയാൾ നമ്മളെ ചതിക്കും, കടമിടപാട് നടത്തിയാൽ ചതിക്കും. അതല്ലാത്ത എന്തൊരിടപാട് നടത്തിയാലും ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഫാജിറിന്റെ അടയാളമാണ്. രണ്ടാമത്തേത് പറഞ്ഞത് ലഈമുൻ. ലഈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശുക്കൻ എന്നാണ് അതിന്റെ അർത്ഥം. അത് അങ്ങേയറ്റം പിശുക്കുള്ള, അതായത് അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് ലഭിക്കുന്നതിൽ തടഞ്ഞു വെക്കുന്ന, അങ്ങനെ പിശുക്ക് കാണിക്കുന്ന ആൾ. ചിലപ്പോൾ മറ്റുള്ളവരെ കൂടി ഇങ്ങോട്ട് നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ടാകും. ആ തരത്തിലുള്ള ഒരാളായിരിക്കും ഒരു ഫാജിർ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പറയാം. അപ്പൊ ഒരു തെളിഞ്ഞ ഹൃദയമുള്ള, വക്രതയില്ലാത്ത, ഏറ്റവും ശുദ്ധമായ, ആളുകളെ കുറിച്ച് നല്ല വന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് അതൊരു മുഅ്മിന്റെ അടയാളമാണ്. ചില ആളുകളെ കാണുമ്പോൾ വിചാരിക്കും അവൻ ആരെ കുറിച്ച് മോശമായി ചിന്തിക്കൊന്നുമില്ല, ചിലപ്പോൾ അവന് പറ്റിക്കപ്പെടുന്നുണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിക്കുക അത് അവന്റെ ഏറ്റവും മോശപ്പെട്ട ഗുണമായിട്ടായിരിക്കും. അവൻ ശരിയല്ല, അവനൊന്നിനും കൊള്ളില്ല, പോഴത്തക്കാരെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആ ഒരു നിലക്ക് നമ്മൾ അവനെ വില കുറച്ച് കാണും. പക്ഷേ നല്ല ഈമാനുള്ള വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടാവുന്ന ആൾക്കുണ്ടാവുന്ന സ്വഭാവമാണ്. ഒരാളുടെ ദുർബലതയല്ല ഈ പറയുന്നത്. ഒരാൾ ദുർബലനായി പോവുക അല്ലെങ്കിൽ ഒന്നിനും കഴിയാത്തവനായി പോവുക എന്നുള്ളതല്ല. എന്നാൽ അവൻ അവന്റേതായ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് നല്ല ചിന്ത വെക്കുന്നത് കാരണത്താൽ അവൻ പറ്റിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതൊരു മുഅ്മിന്റെ അടയാളമാണ്. അതൊരു മുഅ്മിനിന്റെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റുള്ളവരെ കുറിച്ച് മോശം ചിന്ത അവനില്ല, ഒരാൾ ഇങ്ങനെ പറ്റിക്കും എന്നുള്ള ഒരു ചിന്ത അവനില്ല. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയി പോകുന്നത്. അതുപോലെ കരീം, മാന്യനായ നല്ല സ്വഭാവമുള്ളവരായിരിക്കും. അതുപോലെ തെമ്മാടിയായിട്ടുള്ള ആളുകൾ, അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾ അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അവർ ചതിക്കും, വഞ്ചിക്കും, അവർ പിശുക്കന്മാരുമായിരിക്കും എന്നുള്ളത്. ബാബു സിബാബ്. അടുത്ത ബാബ് ആക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട്, പരസ്പരം എന്തെങ്കിലും വാക്കുകൾ കൊണ്ടെല്ലാം ആക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട്. عن أم الدرداء رضي الله عنها. ഉമ്മു ദർദ റളിയല്ലാഹു അൻഹയുടെ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. ഉമ്മു ദർദ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥാനപ്പേര് അസ്സുഗ്റ അൽ ഫഖീഹ. വളരെ ഇൽമുള്ള പണ്ഡിതയായിരുന്നു ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ. അബൂ ദർദ റളിയല്ലാഹുവിന്റെ പത്നിയാണ് ആര്? ഉമ്മു ദർദ റളിയല്ലാഹു അൻഹു. അബൂ ദർദ റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കാൻ വേണ്ടി തന്റെ കച്ചവടവും മറ്റും ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മസ്ജിദ് നബവിയിൽ ഒഴിഞ്ഞിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ അബൂ ദർദ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം
ഡമസ്കസിൽ താമസിക്കുകയും അവിടെയുള്ള ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. ഉമ്മു ദർദ റളിയല്ലാഹു അൻഹയും വളരെയധികം ഇൽമുള്ള ഫിഖ്ഹുള്ള ആലിമത്തായിട്ടുള്ള സ്ത്രീയായിരുന്നു. പലരും ദീനിയായിട്ടുള്ള സംശയങ്ങളും മസ്അലകളും എല്ലാം ഉമ്മു ദർദ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഉമ്മു ദർദ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അന്ന റജുലൻ അതാഹ, ഒരിക്കൽ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹയിലേക്ക് ഒരിക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഫഖാല ഇന്ന റജുലൻ നാല മിൻകി ഇൻദ അബ്ദുൽ മലിക്. ആ വ്യക്തി വന്ന് പറഞ്ഞു, ഖലീഫയായിട്ടുള്ള അബ്ദുൽ മലിക് ബിൻ മർവാൻ, അന്നത്തെ ഖലീഫയാണ്, പിന്നെ അമവി ഖലീഫയാണ്. ആ ഖലീഫയുടെ ഭരണകാലത്താണ് സംഭവം. അപ്പൊ ഈ വ്യക്തി വന്ന് പറയാണ്, ഒരാള് നിങ്ങളെ പറ്റി മോശം പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ മലിക്കിന്റെ അടുത്ത്, ഖലീഫയുടെ അടുക്കൽ വെച്ച് നിങ്ങളെ പറ്റി മോശപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു, അഥവാ കുറ്റവും കുറവും എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ ഫഖീഹത്താണ്, ആലിമത്താണ്, ഇൽമുള്ള സ്ത്രീയാണ്, അറിവുള്ള സ്ത്രീയാണ്. അവർ മറുപടി പറഞ്ഞത് എന്താ അറിയോ? ഫഖാലത്ത് അന്നുബന ബിമാ ലൈസ ഫീനാ ഫതാലമാ ദുക്കീനാ ബിമാ ലൈസ ഫീനാ. അവർ മറുപടി പറഞ്ഞു, അന്നുബന, നമ്മുടെ മേലെ ആക്ഷേപിക്കപ്പെടുന്നു, ബിമാ ലൈസ ഫീനാ, നമ്മളിൽ ഇല്ലാത്ത പല കാര്യങ്ങളും, നമ്മളിൽ ഇല്ലാത്ത പല കുറ്റങ്ങളും കുറവുകളും പല ആളുകളും നമ്മെ പറ്റി എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്, ആക്ഷേപിക്കാറുണ്ട്. അതുപോലെയാണ് അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങളിൽ നമ്മെ പറ്റി ആളുകൾ നല്ലതും പറയുന്നുണ്ട്. അതായത് നമ്മളില്ലാത്ത, ചിലപ്പോൾ നമ്മളില്ലാത്തൊരു ഗുണമായിരിക്കും, നമ്മളില്ലാത്തൊരു പ്രത്യേകതയായിരിക്കും, പക്ഷെ ആളുകൾ തെറ്റിദ്ധരിച്ച് നമ്മെ പറ്റി നല്ലതും പറയുന്ന അവസ്ഥ ഉണ്ടാകും, നമ്മെ പറ്റി മോശവും പറയുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അത് വലിയ പരിഗണിക്കേണ്ടതില്ല എന്ന നിലക്ക് ആര് പറഞ്ഞു? ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതായത് നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂനത അല്ലെങ്കിൽ കുറവ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പിന്നെ കുറ്റവും കുറവൊക്കെ ആളുകൾ പറയുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് എന്താവേണ്ട ആവശ്യമില്ല, നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ തെറ്റുന്ന, നമ്മളാകെ ടെൻഷൻ അടിക്കുന്ന, ബേജാറാകുന്ന ഒരവസ്ഥ ആവശ്യമില്ല. കാരണം നമ്മെ പറ്റി ചിലപ്പോൾ ആളുകൾക്കിടയിൽ എന്തുണ്ടാവും, നമുക്ക് യാതൊരു കേൾക്കപ്പെടാൻ യോഗ്യത പോലും ഇല്ലാത്ത ഗുണങ്ങളെ പറ്റി ആളുകൾ എന്ത് പറയും, ആളുകൾക്കിടയിൽ ഉണ്ടാവാറുണ്ടല്ലോ. പലപ്പോഴും നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ടൊരു തവണ ചെയ്തു പോയതോ അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഒരാളാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ വിചാരിച്ച ആളുകൾ നമ്മെ പറ്റി നല്ലത് പറയുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുറവോ കുറ്റമോ എല്ലാം നമ്മുടെ മേലെ കേൾക്കുന്നുണ്ട് എന്നുള്ളതിന്റെ മേലെ എടുത്തു ചാടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ എതിരെ എന്തെങ്കിലും തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ടെൻഷൻ എടുത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് അഫ്വ് ചെയ്ത് വിട്ടുവീഴ്ച ചെയ്ത് പിന്നെ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല പണ്ഡിതന്മാരും ഒരാളുടെ ഇഖ്ലാസിന്റെ അളവിനെ പറ്റി പറയുന്നിടത്ത് പറഞ്ഞൊരു അവസ്ഥയാണിത്. ഇവിടെ ഉമ്മു ദർദ എന്ന് പറഞ്ഞത്, എന്നെ പറ്റി ആരോപിച്ചാലും എനിക്ക് പ്രശ്നമല്ല, നല്ലത് പറയുമ്പോൾ പ്രശ്നമല്ല, രണ്ടും ഒരുപോലെ എന്നാ പറഞ്ഞത്. ഇഖ്ലാസ് എന്താണെന്ന് ചോദിച്ചതിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഒരാളെ പറ്റി പുകഴ്ത്തിയാലും അവനൊരു കുഴപ്പമില്ല, ആക്ഷേപിച്ചാലും ഒരു കുഴപ്പമില്ല, അത് രണ്ടും ഒരുപോലെ. ഒരാൾ നമ്മളെ പറ്റി പുകഴ്ത്താണ് ദീനിന്റെ വിഷയത്തിൽ, അതുപോലെ ദീനിന്റെ വിഷയത്തിൽ ഒരാൾ നമ്മളെ പറ്റി ഇകഴ്ത്തി പറയുകയാണ്, ആക്ഷേപിക്കുകയാണ്. ഈ രണ്ട് സമയത്തും നമ്മുടെ മനസ്സ് ഖൽബ് ഒരുപോലെയാണ് എങ്കിൽ എന്തില്ല, അത് ഇഖ്ലാസിന്റെ അടയാളമാണ്. കാരണം നമ്മൾ ആളുകൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണോ, ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടാണ് ചെയ്യണം? അല്ല, അത് ഇഖ്ലാസിന്റെ പൂർണ്ണതയുടെ ലക്ഷണമാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമാണ്. മറ്റൊരു സംഭവം, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം, ഇദാ ഖാല അർ-റജുലു ലിസാഹിബിഹി, ഒരു വ്യക്തി അവന്റെ കൂട്ടുകാരനോട്, അവന്റെ ഒപ്പമുള്ള അവന്റെ ഒരാളോട് അല്ലെങ്കിൽ ഒരു മുസ്ലിമിനോട് പറയുകയാണ്, അൻത അദുവി, നീ എന്റെ ശത്രുവാണ് എന്ന് പറയുകയാണെങ്കിൽ, ഫഖദ് ഖറജ അഹദുഹുമാ മിനൽ ഇസ്ലാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ടിൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഔ ബരിഅ മിൻ സാഹിബിഹി, അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരനിൽ നിന്ന് അവൻ ഒഴിവായിരിക്കും എന്ന് പറയാണ്. വേറെ ചില റിവായത്തിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത്ര കൂടി പറഞ്ഞു, ഇല്ലാ മൻ താബ, പശ്ചാത്തപിച്ചവൻ ഒഴികെ എന്നുള്ളത്. ഈ ഒരു ഹദീസ് കുറച്ചുകൂടി വ്യക്തമായിട്ട് വേറെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. അയ്യുമാ റജുലിൻ ഖാല ലി അഖീഹി കാഫിറുൻ, ഒരാൾ തന്റെ സഹോദരനോട് നീ കാഫിറാണ് എന്ന് പറയുകയാണെങ്കിൽ, ഫഖദ് ബാഅ ബിഹാ അഹ്ദുഹുമാ, അത് ആ പറഞ്ഞവനോ അല്ലെങ്കിൽ കേൾക്കപ്പെട്ടവനോ ഏതെങ്കിലും ഒരാൾക്ക് എന്തായിരിക്കും,
അത് ബാധകമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൻത അദുവി എന്ന് പറയുന്ന ഉദ്ദേശം അൻത കാഫിറുൻ എന്ന് പറഞ്ഞ ആശയത്തിലാണ്. അതായത് ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, അല്ലെങ്കിൽ ഒരു മുസ്ലിമിനോട് നീ കാഫിറാണ് എന്ന് പറയുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. അത് വ്യക്തമായ തെളിവുകളോടുകൂടിയല്ലാതെ, വ്യക്തമായ അടിസ്ഥാനങ്ങളോടുകൂടിയല്ലാതെ അവൻ എന്തെങ്കിലും കുഫ്റുപരമായിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അത് അവന് ഒരു ശുഭത്ത് ബാധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവന് വ്യക്തമായ അതിലെ തെളിവ് എത്താത്തത് കൊണ്ടാണോ എന്നെല്ലാം പരിശോധിച്ച് ഗൗരവത്തിൽ പറയേണ്ട ഒരു വാക്കാണ് എന്ത്, ഒരു മുസ്ലിമിനെ കാഫിറാക്കുക എന്ന് പറഞ്ഞാൽ. ഗൗരവത്തിൽ, അതും ഭരണാധികാരിക്കാണ് അതിന്റെ അധികാരം, ഖാദിക്കാണ് അതിന്റെ അധികാരമുള്ളത്. ഒരു ഇസ്ലാമിക നാട്ടിൽ ഒരു മുസ്ലിം ആയ ഒരാളെ അവൻ കാഫിറാണെന്ന് വിധിക്കാനുള്ള അധികാരം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി ഒരാൾ തന്റെ സുഹൃത്തിനെ പറ്റി, തന്റെ മുസ്ലിമായ സഹോദരനെ പറ്റി നീ കാഫിറാണ് എന്ന് പറഞ്ഞാൽ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ രണ്ടാലൊരാൾ എന്തായിരിക്കും, അതിൽ കാഫിറായി പോകും. അതിൽ ഒന്നെങ്കിൽ കേട്ടവന് ആ കുഫറിന്റെ അടയാളങ്ങളും വ്യക്തമായിട്ട് ഉണ്ടായിട്ടുണ്ടാവണം, അപ്പൊ അവനത് ബാധകമായിരിക്കും. അതില്ല എങ്കിൽ, അവൻ അങ്ങനെ ഒരു കാര്യമില്ല എങ്കിൽ ആ പറഞ്ഞവന് ആ പേര് വരുന്ന കുഫറിലാകുന്ന അവസ്ഥ വരും. ഇല്ലാമൻ താപ, പശ്ചാത്തപിച്ചവൻ ഒഴികെ. ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തീരെ ഏതൊരാളും അതിന് യോഗ്യനാണോ അതിന് യോഗ്യനല്ലേ ഒന്നൊന്നുമില്ല. പണ്ഡിതന്മാർ അവര് ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതോ അല്ലെങ്കിൽ അതിന് അർഹതയുള്ള, അതിന് മുസ്തഹിഖായിട്ടുള്ള യോഗ്യതയുള്ള ആളുകൾ പറയുന്നതൊന്നുമല്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ഇന്ന ആള് കാഫിറാണ്, ഇന്ന ആള് കാഫിറാണ്, ഇന്ന മുസ്ലിമാണ്, ഇന്ന കാഫിറാണ്, അങ്ങനെ വിധി പറയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്കത് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് അതിലുണ്ടാവുക. അതുകൊണ്ട് നമുക്കതിന് യോഗ്യതയില്ലേ? ഏറ്റവും കുറഞ്ഞത് എന്ത് വേണം? മിണ്ടായിരിക്കാൻ പഠിക്കണം. ഏറ്റവും കുറഞ്ഞത് എന്ത് വേണം? അംസിക് അലൈക ലിസാനക്, നീ മിണ്ടായിരിക്കുക, നിനക്ക് അറിയില്ല എന്ന് പറയുക. അതിനുള്ള ഒരു മര്യാദയെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. വെറുതെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ സ്വന്തത്തിനെ കൊണ്ടുപോയി ഇതുപോലെയുള്ള ഫിത്നകളിൽ അകപ്പെടുന്ന അവസ്ഥയിൽ പോകാൻ പാടില്ല. അപ്പൊ ഈ ഹദീസിൽ നിന്ന് ഗൗരവമുള്ള ഒരു കാര്യം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വാക്കാണ്, ഇത് ഹദീസായിട്ട് വന്നിട്ടുണ്ട്, ഇതിൽ വരുന്നുണ്ട്, അടുത്ത ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട്. അടുത്ത ബാബു സഖയിൽ മാ, വെള്ളം കുടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, വെള്ളം ഒരാളെ കുടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ്. عن ليث عن طاووس عن ابن عباس أظنه رفعه شك ليس قال. ابن عباس رضي الله عنه നിന്നുദ്ധരിക്കുന്ന റിവായത്തിൽ അവിടുന്ന് പറഞ്ഞു, في ابن آدم 60 و300 سلاما, മനുഷ്യന് 360 ജോയിന്റ്സ് ഉണ്ട്. ഔ അൽമിൻ ഔ മിസ്സലിൻ, ജോയിന്റ്സ്, ശരീരത്തിൽ സന്ധികൾ 360ഓളം സന്ധികൾ മനുഷ്യനുണ്ട്. അലാ കുല്ലി വാഹിദിൻ ഫീ കുല്ലി യൗമിൻ സദഖ, ആ ഓരോ ജോയിന്റിനും ഓരോ ദിവസത്തിലും അവൻ സദഖ നൽകണം. ഇത് മനുഷ്യന്റെ ശരീരത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു സൃഷ്ടിപ്പാണ്. മനുഷ്യന്റെ ശരീരം നമ്മളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള രീതി, അതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ അത്ഭുതപ്പെടുത്തും. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, അല്ലാഹു തആല പറഞ്ഞാണ്, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഇതാ ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങളുടെ സ്വന്തത്തിൽ തന്നെ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന്. അതായത് നമ്മുടെ ഒരു വിരൽ ചലിക്കുന്നത്, നമ്മുടെ കൈ ചലിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങൾ, എത്രയോ ജോയിന്റ്സ് ഉണ്ട്. ഈ വിരലുകൾ ഇങ്ങനെ മടങ്ങാൻ വേണ്ടി എത്രയോ ജോയിന്റ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വിരലുകൾ മടങ്ങുന്നത്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഓരോ ഭാഗവും, നടക്കുന്നത്, ഓടുന്നത്, എല്ലാ കാര്യങ്ങളും. അത്രയും അത്ഭുതമാണ് മനുഷ്യന്റെ ശരീരം. അപ്പൊ അങ്ങനെ 360 സന്ധികൾ ശരീരത്തിനുണ്ട്. അതിനൊക്കെ സ്വതക്ക നൽകണം എന്ന് പറഞ്ഞു. നടക്കുന്ന കാര്യമാണോ? ഇല്ല, ബുദ്ധിമുട്ടായിരിക്കും. 360 സന്ധികൾക്കുള്ള സ്വതക്ക ഓരോ ദിവസത്തിലും ഒരു മനുഷ്യൻ നൽകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്നിട്ട് പറഞ്ഞു, കുല്ലു കലിമത്തിൻ ത്വയ്യിബത്തിൻ സ്വതക്ക, ഓരോ നല്ല വാക്ക് പറയലും, നല്ല വാക്ക് പറയലും സ്വതക്കയാണ്. ഒരു സലാം പറയലാവട്ടെ, അല്ലെങ്കിൽ ഒരു നന്മ കൽപ്പിക്കലാവട്ടെ, തിന്മ വിരോധിക്കലാവട്ടെ, ഒരു ദിക്റാവട്ടെ, ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു അല്ലാഹു അക്ബർ, ഒരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരു സ്വലാത്ത്, ഖുർആൻ പാരായണം, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ പറ്റി പറയുക, ദീനിനെ പറ്റി പറയുക, അങ്ങനെ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും ദീനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ത്വയ്യിബായിട്ടുള്ള ഏതൊരു വാക്കും സ്വതഖയാണ്. വഅൗനി الرجل അഖാഹു സ്വദഖത്തുൻ,
തന്റെ സഹോദരനെ, തന്റെ മുസ്ലിമായ ഒരു സഹോദരനെ സഹായിക്കുക എന്നുള്ളത് സദഖയാണ്. ഏത് രീതിയിലാകാം, ഏത് രീതിയിലും. ഇപ്പൊ പണം കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല ശരീരം കൊണ്ട് അവൻ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് മാർഗനിർദ്ദേശം നൽകാൻ സാധിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ, ഏത് തരത്തിലാണെങ്കിലും ആ ഒരു സദഖയുണ്ട്, തന്റെ സഹോദരനെ സഹായിക്കുക. വശുർബത്ത് മിനൽ മാ യുസ്ഖീഹാ സദഖ, ഒരു വ്യക്തി കുടിപ്പിക്കുന്ന വെള്ളം അവന്റെ സഹോദരനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക്, അതൊരു നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു പച്ചക്കറിലുള്ള ഏത് ജീവിക്കാണെങ്കിലും വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് സദഖയാണ്. വഇമാതത്തുൽ അദാ അനി ത്വരീഖി സദഖത്തുൻ, വഴിയിലുള്ള തടസ്സം നീക്കുക എന്നുള്ളതും സദഖയാണ്. അപ്പൊ സദഖ എന്നുള്ള ഒരു വാക്കിന്റെ ആശയത്തെ, അത് അടിസ്ഥാനപരമായി സമ്പത്ത് അഥവാ നമുക്ക് ഫضലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പകരം നൽകുക എന്നുള്ളതാണ് സദഖ എന്ന് പറഞ്ഞാൽ. നമുക്ക് അധികമായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മുടെ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞ് നമുക്ക് അധികമായി, അടിസ്ഥാനപരമായി നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് അധികമായി നമ്മളിലുള്ള സമ്പത്തോ ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ മറ്റൊരാൾക്ക് നൽകുന്നതിനാണ് സദഖ എന്ന് പൊതുവെ പറയുന്നത്. എന്നാൽ ഇസ്ലാമിൽ ഈ സദഖ, ദാനധർമ്മം എന്നുള്ള ആശയത്തെ വിശാലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. തഹ്ലീലും തഹ്മീദും തസ്ബീഹും അതുപോലെ തക്ബീറും അതുപോലെ ദിക്റുകളെല്ലാം, ഖുർആൻ പാരായണവും സൽക്കർമ്മങ്ങളും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും സദഖയിൽപ്പെട്ടതാണ്. ആ സദഖയിൽ വളരെയധികം പ്രത്യേകതയുള്ള ശ്രേഷ്ഠതയുള്ള അഫ്ദലു സദഖ എന്ന് പറഞ്ഞത് വെള്ളം നൽകലാണ്. ഒരാൾ കുടിക്കാൻ വെള്ളം നൽകുക എന്നുള്ളത് സദഖയിൽ ഏറ്റവും അഫ്ളലായതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോ സദഖ നൽകുന്നതിൽ ഏതൊരു കാര്യം സദഖയാണ്, അതുപോലെ തന്നെ ദിക്റൊക്കെ സദഖയാണ്. ഇതിൽ പ്രത്യേകമായിട്ടുള്ള ഈ ഒരു വെള്ളം നൽകുക എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള സദഖയാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഹഫറ മാഅൻ ലം യശ്റബ് മിൻഹു കബ്ദുൻ ഹറ മിൻ ജിന്നിൻ വലാ ഇൻസിൻ വലാ താഇരിൻ ഇല്ലാ ആദിറഹു അല്ലാഹു യൗമൽ ഖിയാമ. ഒരാൾ വെള്ളത്തിനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ്, ഇപ്പൊ കിണർ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ വെള്ളം ആളുകൾക്ക് കുടിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ്. അതിൽ നിന്ന് പച്ചക്കറികളുള്ള ഏത് ജീവി കുടിച്ചാലും, അത് ജിന്നാവട്ടെ മനുഷ്യനാവട്ടെ പക്ഷിയാവട്ടെ മൃഗമാവട്ടെ, അവൻ അല്ലാഹു തആല എന്ത് കൊടുക്കും? അന്ത്യനാളിൽ അതിന് പ്രതിഫലം കൊടുക്കുന്നതാണ്. നമ്മൾ വളരെയധികം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്ത്? വെള്ളം ആളുകൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യത്തിൽ സദഖ നൽകുക എന്നുള്ളത് അന്ത്യനാളിൽ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായിട്ടുള്ള കാര്യമാണ്. അടുത്ത ബാബ്, ബാബുൽ മുസ്തബ്ബാൻ മാ ഖാല ഫഅലൽ അവ്വൽ. രണ്ടുപേർ പരസ്പരം ആക്ഷേപിക്കുകയോ പരസ്പരം ചീത്ത വിളിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ അതിൽ ആദ്യം ആരാണോ അത് ആരംഭിച്ചത് അവന്റെ മേലാണ് കുറ്റമുണ്ടാവുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. ഈ ബാബിലെ ഹദീസിൽ ഒന്നാമത്തേത്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്തബ്ബാനു മാ ഖാല. രണ്ടാളുകൾ പരസ്പരം ആക്ഷേപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണെന്ന് വിചാരിക്കാം. ഫഅലൽ ബാദി, ആദ്യമായി തുടങ്ങിയവനാണോ അവന്റെ മേലെയാണ് കുറ്റം. മാലം യഅ്തദിൽ മദ്ലൂം, ആരെയാണോ അവൻ ആക്ഷേപിച്ചത് അവൻ പരിധി വിട്ടിട്ടില്ല എങ്കിൽ. അതായത് ഈ ഹദീസ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാളുടെ മേലെ ദുൽമ് ചെയ്യപ്പെട്ടാൽ, ഒരാളുടെ മേലെ മറ്റൊരാൾ ദുൽമ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ദുൽമ ചെയ്യപ്പെട്ടവന് ഇങ്ങോട്ട് ചെയ്ത അതേ രീതിയിൽ തിരിച്ചു ചെയ്യാനുള്ള അവകാശമുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ. ഇങ്ങോട്ടൊരാൾ നമ്മുടെ ദുൽമ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതേ അളവിൽ തിരിച്ച് അങ്ങോട്ട് ചെയ്തതിന്റെ പേരിൽ അവന്റെ മേലെ എന്തുണ്ടാവില്ല? അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്ത് എന്തുണ്ടാവില്ല? കുറ്റം ഉണ്ടാകില്ല. അതിനപ്പുറത്ത് ചെയ്താലാണ് എന്തുണ്ടാവുക? അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റം ഉണ്ടാവുക. എന്നാൽ പോലും വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. ഇപ്പൊ സൂറത്ത് ശൂറയിലെ 39 മുതലുള്ള ആയത്തുകളിലെല്ലാം ഈ വിഷയം പറയുന്നുണ്ട്. ഇപ്പോ സൂറത്ത് ശൂറയിലെ 41-ാമത്തെ ആയത്ത് അല്ലെങ്കിൽ 39-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗ്യു ഹും യൻതസിറൂൻ. ആരെങ്കിലും ആക്രമിക്കപ്പെടുകയാണ് അവർ സഹായിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളത്. മറ്റേ തുടർന്നുള്ള ആയത്തുകൾ വലമൻ ഇൻതസറ ബഅദ ദുൽമിഹി ഫഉലൈക മാ അലൈഹിം മിൻ സബീൽ. സഹായിക്കപ്പെട്ടവന് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്.
അവർക്ക് കഴിഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട് വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ആരാണോ പുറത്തു കൊടുക്കുന്നത്, ക്ഷമിക്കുന്നത്, അവന് അത് ഒക്കെ ദൃഢമായിട്ടുള്ള കാര്യമാണ്, അതാണ് ഉത്തമം എന്ന നിലക്ക് പറയുന്നുണ്ട്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മാ ജാദല്ലാഹു അബ്ദൻ ബിഅഫ്ഇല്ല ഇസ്സ, വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു ഇസ്സത്ത് അല്ലാതെ വർദ്ധിപ്പിക്കില്ല എന്നുള്ളത്. അതായത് ദുൽമ ചെയ്യുന്നതിൽ ഇങ്ങോട്ട് ഒരാൾ നമ്മളോട് ദുൽമ ചെയ്തു, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഒന്ന് അവനോട് ഇങ്ങോട്ട് ചെയ്തതുപോലെ തിരിച്ചങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് എന്താണ്, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ എന്താവില്ല, കുറ്റക്കാരനാവില്ല. രണ്ട്, ഇങ്ങോട്ട് ചെയ്തതിൽ അധികമായി അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ കുറ്റക്കാരനാകുന്ന കാര്യമാണ്. പിന്നെ ഒന്ന് ചെയ്യാനുള്ളത് ഇങ്ങോട്ട് ചെയ്യുന്ന ദുൽമിന്റെ പേരിൽ അവന് വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയാണ് ദീനിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാളുകൾ പരസ്പരം ആക്ഷേപിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, രണ്ടാളുകൾ അതിൽ ഒരാൾ മറ്റേ ആളെ നീ ഒരു ഹംക്കാണെന്ന് പറഞ്ഞു, നീ ഒരു വിഡ്ഢിയാണെന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് തിരിച്ചെന്ത് പറയാം? അയാൾക്ക് കുറ്റമില്ലാത്ത രീതിയിൽ, അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റമില്ലാത്ത രീതിയിൽ നീയും ഹംക്കാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തില്ല, കുറ്റമില്ല. പക്ഷേ അയാൾ തിരിച്ചു പറയുമ്പോ നീയും നിന്റെ വാപ്പയും ഹംക്കാണെന്ന് പറഞ്ഞാലോ എന്തായി? പരിധി ലംഘിച്ചു. ഇവൻ പറഞ്ഞതിനേക്കാൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരിധി ലംഘിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു പരിധി ലംഘിക്കാത്തോടത്തോളം കാലം, രണ്ടാമത്തെ കേട്ട മദ്ലൂമുണ്ടല്ലോ, ആദ്യം തുടങ്ങിയവനൊരുത്തൻ കേട്ട ആളുണ്ടല്ലോ, അവൻ പരിധി ലംഘിക്കാത്തോടത്തോളം കാലം ഈ രണ്ടുപേര് തമ്മിലുണ്ടായി സംസാരത്തിൽ കുറ്റാർക്കാണ്? തുടങ്ങിയ ആൾക്കായിരിക്കും. എന്നാൽ ഈ തുടങ്ങിയ ആളെക്കാളും കൂടുതലായി പരിധി വിട്ടിട്ട് അവന്റെ വാപ്പാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനാവും. അതല്ല എങ്കിൽ, പരിധി വിട്ടിട്ടില്ല എങ്കിൽ ഒന്നാമത്തെ തുടങ്ങിയ ആളുടെ മേലെയാണ് കുറ്റമുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അവനാണ് തുടങ്ങാനുള്ള കാരണം. അവൻ കാരണമാണ് അങ്ങനെ സംസാരം അവിടെ ഉണ്ടായത്, അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എന്നുള്ളത് അത് ഏത് തരത്തിലേക്കും ആവാം, ഏത് വിഷയത്തിലും ആകാം, ഏത് തരത്തിലും ആകാം. അപ്പോ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞത് മാത്രം. അപ്പൊ ഈ ഹദീസിന്റെ ഉദ്ദേശം അതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു സംസാരത്തിൽ കേൾക്കപ്പെട്ടവൻ, ആദ്യമായി കേൾക്കപ്പെട്ടിട്ടുള്ളവൻ, അവൻ പരിധി ലംഘിക്കാത്തോടത്തോളം കാലം, ഇങ്ങോട്ട് പറഞ്ഞതിൽ ഇവൻ പറഞ്ഞതിന്റെ കൂടുതലായി പറയാത്തോടത്തോളം കാലം ആ വിഷയത്തിലുള്ള കുറ്റമുണ്ടാകുന്നത് ഒന്നാമത്തെ ആൾക്കാണ്. ഇങ്ങനെ ഈ വിഷയത്തിലുള്ള പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പുറത്തു കൊടുക്കുന്നതും അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതും ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യമാണ്. അടുത്ത ഇതേ ബാബിലെ മറ്റൊരു ഹദീസ് ഇതേ ആശയം തന്നെയാണ്. عن انس عن النبي صلى الله عليه وسلم قال المستبان ما قال فعلى البادي حتى يعتدي المظلوم. പറഞ്ഞ അതേ ആശയം തന്നെ. അടുത്ത ഹദീസ് وقال النبي صلى الله عليه وسلم أتدرون ما العضه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബികളോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ അദ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്? അദ്ഹ് എന്നുള്ള പദം സിഹറിനും മറ്റുമെല്ലാം ഉപയോഗിക്കുന്ന ഒരു പദമാണ്, ആ അർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ള ഒരു പദമാണ്. അപ്പൊ എന്താണ് അദ്ഹ് എന്നുള്ളത് ചോദിച്ചു. ഖാലു അല്ലാഹു വറസൂലുഹു അലം. അപ്പോൾ സഹാബികൾ പറഞ്ഞു, അല്ലാഹുവിനും റസൂലിനുമാണ് അറിയുക. കാരണം എന്താണ് ഇതുകൊണ്ട് ഈ സമയത്ത് ഉദ്ദേശിച്ചുള്ള അർത്ഥം എന്ന് മനസ്സിലായിട്ടില്ല. قال ابن صلى الله عليه وسلم പറഞ്ഞു, نقل الحديث من بعض الناس الى بعض ليفسدوا بينهم. ജനങ്ങൾക്കിടയിൽ ഒരാളുടെ സംസാരം അത് മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുത്ത്, ആ സംസാരം മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ, ആ ഒരു ലക്ഷ്യത്തിൽ ആളുകളുടെ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചു കൊടുക്കുന്നത്, അഥവാ നമീമത്താണ് അദ്ഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ നമീമത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. സിഹറിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുകൊണ്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? നമീമത്തിനെയും പറഞ്ഞിട്ടുള്ളത്. കിതാബ് തൗഹീദിലൊക്കെ ഈ ഒരു ബാബ് തന്നെ ഉണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ കൊടുത്തിട്ടുള്ളത്. അത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, സിഹർ ചെയ്യുമ്പോൾ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കും. അതാണ് സിഹറിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലത്തെ പണിയാണ് എന്ത്? ഒരു നമീമത്ത് പറയുന്നവൻ നമ്മാം ചെയ്യുന്ന പണിയും അത് തന്നെയാണ്. ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന അവസ്ഥ, അത് അദ്ഹിൽപ്പെട്ടതാണ്, അത് പാടില്ലാത്ത ഗൗരവമുള്ള കാര്യമാണെന്ന് പറയാം. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ, ഇന്നല്ലാഹ അസ്സ വജൽ ഔഹാ ഇലയ്യ അൻ തവാദഉ
വലാ യബ്ഗി ബഅ്ദുകും അലാ ബഅ്ദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു എനിക്ക് വഹി നൽകി, നിങ്ങൾ പരസ്പരം എന്തായിരിക്കണം? വിനയം കാണിക്കുന്ന ആളുകളായിരിക്കണം, തവാദു ഉള്ള ആളുകളായിരിക്കണം. വലാ യബ്ഗി, ബഗി എന്ന് പറഞ്ഞാൽ ദുൽമ് എന്ന അർത്ഥം, അക്രമം പ്രവർത്തിക്കുക. നിങ്ങൾ അതിക്രമം ചെയ്യരുത്. ബഅ്ദുകും അലാ ബഅ്ദിൻ, പരസ്പരം നിങ്ങൾ ചെയ്യരുത് എന്നുള്ളത് അതൊരു മുഅ്മിൻ ഉണ്ടായിരിക്കേണ്ട മഹത്തായിട്ടുള്ള സ്വഭാവ ഗുണമാണ് അത്തവാദു എന്നുള്ളത്. എന്താണ് തവാദു? മലയാളത്തിൽ അതിന് വിനയം എന്നൊക്കെ പറയും, വിനയം എന്ന് പറയും. എന്താണ് തവാദു? തവാദുവിന്റെ അർത്ഥം പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ചില തഅരീഫുകൾ നമുക്ക് വായിക്കാം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഇസ്തിസ്ലാമു ലിൽ ഹഖ് വതർക്കിൽ ഇഅ്തിറാദി അലൽ ഹുക്ം. ഹഖിനോട് കീഴൊതുങ്ങുക, സത്യത്തിനോട് കീഴൊതുങ്ങുക, അതിന്റെ പേരിൽ എന്ത് വിധിയാണോ വന്നിട്ടുള്ളത് അത് അംഗീകരിക്കുക, അതിൽ നിന്ന് തിരിയാതിരിക്കുക എന്നുള്ളത്. മറ്റു ചിലർ കാണാം, ഖബൂലുൽ ഹഖ് മിമ്മൻ ഖാലഹു സഗീറൻ ഔ കബീറൻ. ഹഖ് എന്താണോ കേട്ടാൽ അത് സ്വീകരിക്കുക. അത് പറഞ്ഞവൻ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ, ശരീഫൻ ഔ ദഈഫൻ, സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ളവനാവട്ടെ ദുർബലനായിട്ടുള്ളവനാവട്ടെ, ഹുർറൻ വഅബ്ദൻ, സ്വതന്ത്രനാവട്ടെ അടിമയാവട്ടെ, ദക്കറൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഹഖ് ആര് പറഞ്ഞുവോ അത് അംഗീകരിക്കുക, അത് സ്വീകരിക്കുക. അതാണ് തവാദു എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, തവാദു എന്ന് പറഞ്ഞാൽ ഇൻകിസാറുൽ ഖൽബി ലില്ലാഹ്, അല്ലാഹുവിന് മുമ്പിൽ അല്ലാഹുവിന് വേണ്ടി ഖൽബ് പൊട്ടിത്തകരുന്ന അവസ്ഥ. വഖഫ്ദ് ജനാഹി ദുല്ലി വറഹ്മത്തി ലിൽ ഖൽഖ്, സൃഷ്ടികളുടെ മുമ്പിൽ കാരുണ്യത്തോടുകൂടി അവന്റെ ചിറകുകൾ, അവന്റെ എല്ലാ കാര്യങ്ങളും താഴ്ത്തി കൊടുക്കുന്ന അവസ്ഥ. ഹത്താ ലാ യറാ ലഹു അലാ അഹദിൻ ഫദ്ലൻ, ഒരാളുടെ മേലെയും അവന് പ്രത്യേകം ഒരു ഫദ്ലുണ്ട് എന്ന് തോന്നിക്കാത്ത വിധത്തിൽ. വലാ യറാ ലഹു ഇൻദ അഹദിൻ ഹഖ്ഖൻ ബൽ വൽ ഹഖ്ഖു ലഹു, ഹഖ് എന്താണോ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ആ ഒരു അവസ്ഥ, അവന്റെ അടുക്കൽ ഹഖ് ഉണ്ടാകും എന്നുള്ള അവസ്ഥ. ഇങ്ങനെ ഈ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കാണാം. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങളിൽ ഈ ഒരു തവാദുഇനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഖുർതുബി റഹിമഹുല്ലാഹ് ഈ തവാദു എന്നുള്ള സ്വഭാവത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വഹി നൽകിയതാണല്ലോ തവാദു ഉള്ളവരാകണം എന്നുള്ളത്. തവാദുഇനെ മൂന്നിനമായിട്ട് വേർതിരിച്ച് കാണാം, മൂന്നിനമായിട്ട്. ഒന്നാമത്തെ തവാദു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ളതാണ്. തവാദു വിനയം ഒന്നാമത്തേത് അള്ളാഹുവിനോടുള്ളതാണ്. അതുപോലെ അള്ളാഹു തവാദു കാണിക്കാൻ കൽപ്പിച്ചിട്ടുള്ള ആളുകളാണ്. ആരൊക്കെയാണ്? അള്ളാഹുവിന്റെ റസൂൽ, അതുപോലെ ഒരു ഭരണാധികാരി, വിധി കൽപ്പിക്കുന്ന ഒരു ഹാക്കിം, ഒരു ഖാദി, ഒരു ആലിം പണ്ഡിതൻ, മാതാപിതാക്കൾ, അങ്ങനെയുള്ള അള്ളാഹുവിനോടുള്ള വിനയുമായി ബന്ധപ്പെട്ട് തവാദുമായി ബന്ധപ്പെട്ട് അള്ളാഹു കൽപ്പിച്ചവരോടുമായി ബന്ധപ്പെട്ടിട്ടുള്ള തവാദു അത് നിർബന്ധമായിട്ടുള്ളതാണ്. നമ്മൾ കാണിക്കണം. അള്ളാഹുവിനോട് തവാദു നിർബന്ധമാണ്. അള്ളാഹുവിന്റെ റസൂലിനോടും ഉലമാക്കളോടും അതുപോലെ തന്നെ അമീറന്മാരോടും ഭരണാധികാരികളോടും മാതാപിതാക്കളോടും തുടങ്ങിയിട്ടുള്ള ആ തവാദു നിർബന്ധമാണ്. അതിലൂടെ അള്ളാഹു തആല ദുനിയാവിലും പരലോകത്തും അവന്റെ സ്ഥാനം ഉയർത്തുന്നതാണ്. അടുത്തത് പറഞ്ഞത് അത്തവാദു ലിസാഇരിൽ ഖൽഖ്, എല്ലാ സൃഷ്ടികളോടുമുള്ള തവാദുആണ്. എല്ലാ സൃഷ്ടികളോടും പൊതുവായിട്ടുള്ള തവാദുആണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്, മഹ്മൂദായിട്ടുള്ള നല്ല സ്വഭാവമാണ്. പക്ഷെ എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആയിരിക്കണം. ഒരാൾ ഇങ്ങനെ വിനയം കാണിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ട്? ആളുകൾ പറയണം അപ്പൊ നല്ല വിനയമുള്ള ചെക്കനാണ്, നല്ല കുട്ടിയാണെന്ന് ആളുകൾ പറയണം. അതിനു വേണ്ടിയിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം? തവാദു കാണിക്കാം. പക്ഷേ ബാക്കിയുള്ള സൃഷ്ടികളുടെ മുമ്പിലൊക്കെ കാണിക്കാം. പക്ഷേ അത് അള്ളാഹുവിന് വേണ്ടി കാണിക്കുന്ന തവാദു അതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സൃഷ്ടികളോട് തവാദു കാണിക്കുന്നതും അള്ളാഹു പ്രതിഫലം നൽകുന്ന അവന്റെ ഇജ്ജത്ത് ഉയർത്തുന്ന കാര്യമാണ്. മൂന്നാമത്തെ തവാദു ദുനിയാവിന്റെ ആളുകളോടും അതുപോലെ തന്നെ ദുൽമിന്റെ ആളുകളോടും, തെമ്മാടിത്തരം ചെയ്ത് ജീവിക്കുന്ന അങ്ങനെ ചെയ്യുന്ന ആളുകളോടുള്ള തവാദു, അവരുടെ മുമ്പിൽ വിനയം കാണിക്കുക എന്നുള്ളത് അതിന്റെ ആവശ്യമില്ലാത്തതാണ്. കാരണം അവരുടെ മുമ്പിൽ വിനയം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദില്ലത്താണ്, നിന്ദതയാണ്. അവരുടെ മുമ്പിൽ കാണിക്കേണ്ടത് എന്താണ്? ഇജ്ജത്താണ്. അവരുടെ മുമ്പിൽ കാണിക്കേണ്ടത് എന്താണ്? ഇജ്ജത്താണ്. അവരുടെ മുമ്പിൽ ഇങ്ങനെ താഴ്മ കാണിച്ച് നിൽക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ദുല്ല് കൂട്ടുക എന്നുള്ളതല്ലാതെ, നിന്ദത വർദ്ധിപ്പിക്കുക എന്നല്ലാതെ വേറൊന്നും ഉണ്ടാകാൻ പോണില്ല. അപ്പൊ ദുനിയാവിന്റെ ആളുകൾ, പാപങ്ങളുടെ ആളുകൾ, തെമ്മാടിത്തരം ചെയ്യുന്ന ആളുകൾ, കുഫാറുകൾ, അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ വിനയം കാണിച്ച് എന്താവേണ്ട ആവശ്യമില്ല, ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ മുമ്പിൽ പിന്നെ ഈ തവാദു കാണിക്കുക എന്നുള്ളത് എന്താണ്? നമുക്ക് ദില്ലത്തെ ഉണ്ടാക്കുകയുള്ളൂ.
അപ്പൊ അള്ളാഹുവിനോടും അള്ളാഹു കൽപ്പിച്ചവരോടുള്ള തവാളു അത് നിർബന്ധമാണ്. സൃഷ്ടികളോടുള്ള തവാള് നല്ലതാണ്, അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. പാപികളോടും ദുനിയാവിന്റെ ആളുകളോടും അങ്ങനെയുള്ള ദുൽമിന്റെ ആളുകളോടും അങ്ങനെയുള്ള ആളുകളോട് തവാളു കാണിക്കുക എന്നുള്ളത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം അവരും വലിയ വിനയം കാണിച്ചാൽ നമുക്ക് എന്താണ്, ദില്ലത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ തവാളു ഒരു ബൗണ്ടറി ഉണ്ട് അതിന്. അതായത് തവാളു ഒരു വസതിയത്താണ്, മധ്യമായിട്ടുള്ള അവസ്ഥയാണ്. അത് കുറഞ്ഞു കഴിഞ്ഞാല് എന്താവും, അത് പറ്റ താഴ്ന്നു കഴിഞ്ഞാൽ എന്താവും, ദില്ലത്തായിരിക്കും, നിന്യതായിരിക്കും ഉണ്ടാവുക. അത് അതിന്റെ മുകളിലുള്ളത് ഇജ്ജത്താണ്. ആ ഇജ്ജത്തിൽ കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, കിബുറായിരിക്കും. തവാബ് കുറഞ്ഞു കഴിഞ്ഞാൽ ദില്ലത്തും വരും. അതിന്റെ നേരെ തവാബിന്റെ ഓപ്പോസിറ്റ് എന്താ, ഇജ്ജത്താണ്. ഇജ്ജത്ത് കൂടിക്കഴിഞ്ഞാൽ എന്താവും, കിബുറു ആകും. ഇതൊക്കെ ഒരു വസ്തിയത്തിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. അപ്പോ ഈ 3 തരത്തിലാണ് തവാദു ഉള്ളത്. അപ്പൊ പരസ്പരം വിനയം കാണിക്കുന്ന, പരസ്പരം താഴ്മ കാണിക്കുന്ന ആളുകളായിരിക്കണം നിങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല വഹി ഇറക്കി കൊടുത്തു. അതുപോലെ തന്നെ പറഞ്ഞു, വലാ യബ്ഗി ബഅദുകും അലാ ബഅദിൻ, നിങ്ങൾ പരസ്പരം അക്രമം പ്രവർത്തിക്കുന്ന, മറ്റൊരാളുടെ അവകാശങ്ങളെ അത് അക്രമത്തോടു കൂടി നേടിയെടുക്കുന്ന ആളുകളാകാൻ പാടില്ല. വേറെ റിവായത്ത് ഇത്ര കൂടിയുണ്ട്, ഹത്താ ലാ യബ്ഗി അഹദുൻ അലാ അഹദിൻ വലാ യഫ്ഖറു അഹദുൻ അലാ അഹദിൻ, ഒരാൾ മറ്റൊരാളുടെ മേലെ അതിക്രമം പ്രവർത്തിക്കരുത്, ഒരാൾ മറ്റൊരാളുടെ മേലെ പെരുമ കാണിക്കുന്ന, അഹങ്കാരം കാണിക്കുന്ന അവസ്ഥയും ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ബാബുൽ മുസ്തബ്ബാനി ശൈത്താനാനി യതഹാതറാനി വയതകാദിബാനി, പരസ്പരം ആക്ഷേപിക്കുന്ന രണ്ടാളുകൾ അവർ 2 പിശാചുക്കളാണ് എന്നും അവർ പരസ്പരം കുറ്റങ്ങൾ പറയുന്നവരാണ്, പരസ്പരം കളവ് ആരോപിക്കുന്നവരാണ് എന്നുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ്. عن عياض بن حمار قال قال رسول الله صلى الله عليه وسلم, അയ്യാദ് ബിൻ ഹിമാർ എന്നുള്ള വ്യക്തി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാളഹു ഹത്താ ലാ യബ്ഗി അഹദുൻ അലാ അഹദിൻ വലാ യഫ്ഖറ അഹദുൻ അലാ അഹദിൻ. നേരത്തെ പറഞ്ഞ ആ ഹദീസ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഫഖുൽതു, ഈ സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ലൗ അന്ന റജുലൻ സബ്ബനി ഫീ മലഇൻ, ഒരു വ്യക്തി കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ എന്ത് ചെയ്യാണ്, ആക്ഷേപിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. ഹും അൻഖസ മിന്നി, അവൻ എന്നേക്കാൾ ന്യൂനതയുള്ള ഒരാളാണ്, പക്ഷെ അവൻ എന്നെ എന്ത് ചെയ്തു, ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ആക്ഷേപിച്ചു. ഫറദത്തു അലൈഹി, ഞാനപ്പോൾ എന്ത് ചെയ്തു, അവന് മറുപടി കൊടുത്തു. അതായത് ഒരാൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാൾ എന്നെ ആക്ഷേപിച്ചു, പക്ഷെ അവൻ എന്നേക്കാൾ ന്യൂനതയുള്ളവനാണ്, അവൻ കുറവുകളുള്ളവനാണ്, എന്നെ ആക്ഷേപിക്കാൻ ഒരു യോഗ്യതയില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ അവന് മറുപടി ആയിട്ട് തിരിച്ച് ഞാനും പറഞ്ഞു, ഹൽ അലയ്യ ഫീ ദാലിക ജുനാഹുൻ, അതിന് എന്റെ മേലെ കുറ്റം ഉണ്ടാവുമോ, അങ്ങനെ ഞാൻ മറുപടി പറഞ്ഞ കുറ്റം ഉണ്ടാവുമോ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്തബ്ബാനി ശൈത്താനാനി യതഹാതറാനി വയതകാദിബാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് 2 പിശാചുക്കളാണ് അങ്ങനെ ചെയ്യുന്നവർ എന്നുള്ളത്. അതായത് ആക്ഷേപിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു, ആക്ഷേപിച്ച അതേ ആളുകൾ മറുപടി പറയുക എന്നുള്ളതൊക്കെ അതിന്റെ അള്ളാഹുവിന്റെ അടുക്കലുള്ള കുറ്റവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ ആക്ഷേപിക്കുക എന്നുള്ള നല്ലൊരു കാര്യമാണോ? ഒരാൾ മറ്റൊരാളെ ഹംസ അല്ലെങ്കിൽ വിഡ്ഢി എന്ന് വിളിക്കുന്നത് ശരിയാണോ? ഇല്ല, ശരിയല്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 ആളുകൾ 2 ശൈത്താനുകളാണ്. യതഹാതറാൻ, അവർ പരസ്പരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വയതകാദിബാൻ, 2 പേരും കളവും പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കറിയാം, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കാനും കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ഭാഗത്തിന് ന്യായത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റേ അയാളുടെ ന്യായത്തിന് വേണ്ടി എന്ത് ചെയ്യും, പരസ്പരം കുറ്റം പറയുന്ന, കളവ് പറയുന്ന, കള്ള ആരോപണങ്ങൾ നടത്തുന്ന ഒരവസ്ഥ അവിടെ വന്നു ചേരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞത്. ഖാല ഇയാദ്, ഇതേ സഹാബി തന്നെ ഉദ്ധരിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് സംഭവത്തിൽ കാണാം. വകുൻതു ഹർബൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹർബായിരുന്ന കാലത്ത്, പറയാം ഈ ഹദീസ് വായിച്ചിട്ട്, ഫഹദൈതു ഇലൈഹി നാഖതൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പെണ്ണൊട്ടകത്തിനെ ഹദിയായിട്ട് കൊടുത്തു. ഖബല അൻ ഉസ്ലിമ, ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ്. ഫലം യഖ്ബൽഹ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ നിന്ന് സ്വീകരിച്ചില്ല. വഖാല ഇന്നി അക്റഹു സബ്ദൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളുടെ ഇതേപോലെയുള്ള സമ്മാനങ്ങളെ വെറുക്കുന്നു എന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഈ ഹർബൻ എന്നുള്ള വാക്കിനെ വേറെ ചില ലഫ്ദുകൾ ഹെർമി എന്നുള്ള വാക്കിൽ വന്നിട്ടുണ്ട്, ഹെർമിയുൻ എന്നുള്ള വാക്കിൽ വന്നിട്ടുണ്ട്. അതായത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രീതി, അന്ന് വേറെ നല്ല ഉത്തമമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഗോത്രത്തിൽ നിന്നൊക്കെ ആളുകൾ ഹജ്ജിനും മറ്റും വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യാറുള്ള ഒരു ഗൗരവത്തിലുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവര് ഹറമിന്റെ പരിധിയിൽ താമസിക്കുന്ന ആളുകളിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഹറമിന്റെ അകത്തുള്ള അവരുടെ ആളുകളിൽ നിന്ന് മാത്രമേ വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നുള്ളൂ ഹജ്ജിന് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഈ വരുന്ന ഈ ഉന്നതമായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ഗോത്രത്തിലെ ആളുകൾക്ക് ഹറമിൽ എന്തുണ്ടായിരുന്നു, അതുപോലെ ആളുകൾ ഉണ്ടായിരുന്നു, ഒരു സാഹിബ് ഉണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് ആ അവസ്ഥ ഒരു ഹജ്ജിന് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാരാണ്? ഈ ഇയാബിന് ഈ വ്യക്തിയാണ്, ഈ സഹാബിയാണ്. ഇയാബിന് എന്താ പേര് മുഴുവൻ? ഇയാബിന് ഹിമാം, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ്. അപ്പോ അദ്ദേഹം അന്ന് എന്തായില്ല, മുസ്ലിം ആയിട്ടില്ല. ഷിർക്കിന്റെ കാലത്ത് ഹജ്ജിന് വരാറുണ്ട്. അപ്പൊ ഹജ്ജിന് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രമോ അല്ലെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഹജ്ജ് നിർവഹിച്ചത്. അപ്പൊ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു? പകരം സമ്മാനമായിട്ട് ഒരു ഒട്ടകത്തിനെ കൊടുത്തു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തില്ല? അത് സ്വീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അക്റഹു ദബദൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ സമ്മാനത്തെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞു. ഇതിന്റെ വേറെ ചില റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒട്ടകത്തെ കൊടുത്തപ്പോൾ ചോദിച്ചു, അസ്ലംത, നീ മുസ്ലിം ആയിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ സഹാബി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സഹാബി ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി നുഹീതു അൻ ദബദിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ ഈ സമ്മാനത്തെ അല്ലെങ്കിൽ ഈ ഹദിയ എല്ലാം എനിക്ക് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ സഹാബി ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശം എന്ത് ചെയ്തത്, അങ്ങനെ ചെയ്തത്. പിൽക്കാലത്ത് മദീനയിലെല്ലാം പല ജൂതന്മാരെ എല്ലാം പലരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആ സമയത്ത് ആ സഹാബി ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നോക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.